ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അറബിക് ഡിഷായ ഫിഷ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു മീൻ കൊണ്ടുള്ള മന്തി. ഈ വീഡിയോയിലോട്ട് പോകാം. മന്തി മസാല ഉണ്ടാക്കാനായിട്ട് 1 ടേബിൾ സ്പൂണ് ഫ്രഷ് മല്ലി ചേർക്കാം, ജീരകം ചേർക്കാം, പെരുംജീരകം ചേർക്കാം, കുരുമുളക് ചേർക്കാം, 2 പട്ട ചേർക്കാം, ചേർക്കാം, 2-3 കറാമ്പ് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി ഫ്രൈ ചെയ്തിട്ട് ഒരു ഉണങ്ങിയ നാരങ്ങയും കൂടി ചേർക്കാം. ഇതിനി പൊടിച്ചെടുക്കാം. ചെറിയൊരു പീസ് ഇഞ്ചി ഇടാം, അതുപോലെ 2 വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. പിന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാല 1 ടീസ്പൂൺ ഇടാം. കൂടുതൽ ആവശ്യമില്ല, ഇത്ര മതി. പൊടിച്ച് വെച്ചത് കുറച്ചധികമാണ്. ഇതിനി ബോട്ടിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല. ഇപ്പം മന്തി മസാലയായിട്ട് ഇതെടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കാം, അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. നല്ല കളറ് കിട്ടാനാണ് കാശ്മീരി മുളക് പൊടി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് നാരങ്ങനീര് ചേർക്കാം. കൂടുതൽ ആവശ്യമില്ല, കുറച്ച് മതി. വളരെ കുറച്ച് പുതിനയും മല്ലിയിലയും ചേർക്കാം. ഇതിനി അരച്ചെടുക്കാം. ടീസ്പൂണ് ഓയിൽ ചേർക്കാം, ഉപ്പ് ചേർക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഫിഷ് മന്തിക്ക് വേണ്ടിയിട്ട് കിങ് ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഈ മസാലയൊക്കെ മീനിൻ്റെ അകത്ത് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇതിനി 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനും ഫ്രൈ ചെയ്യാം. ഫിഷ് മന്തിക്ക് അധികം മുള്ളില്ലാത്ത ഏത് മീന് വേണ്ടിക്കലും ഉപയോഗിക്കാം. മീന് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി മാറ്റി വെക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ചോറുണ്ടാക്കാം. ഓയിൽ ഒഴിക്കാം. കൂടുതൽ ഓയിലിൻ്റെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് പട്ട ഇടാം, ഇതിടാം, ബേ ലീവ്സ് ഉണ്ടെങ്കിൽ ബേ ലീവ്സ് ഇടാം, ഒരു ഉണങ്ങിയ നാരങ്ങ ഇടാം, വെള്ളം ഒഴിക്കാം. 3 ഗ്ലാസ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിനു വേണ്ടി 6-7 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഉപ്പ് ചേർക്കാം. വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇടാം. റൈസ് ആയിട്ടുണ്ട്. ഒരു 3/4 വേവിൽ മാത്രം റൈസ് ആകാൻ പാടുള്ളൂ. ഇതിനി സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ഒരു അരിപ്പയിൽ ഇങ്ങനെ സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം. ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ ഇതിൽ ചേർക്കാം. അതേ സെയിം ഓയിലിൽ ഇനി ബാക്കിയിലെ ചേരുവ നമുക്ക് ചേർക്കാം. സെയിം ഓയിലിൽ ആ മസാലയോട് കൂടിയിട്ട് നമുക്ക് ബാക്കിയിലെ കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് ഒരു സവാള ചെറുതായി മുറിച്ചത് ചേർക്കുന്നുണ്ട്. ചെറിയൊരു പീസ് ക്യാപ്സിക്കം ചേർക്കാം. കൂടുതൽ വെന്ത് പോകുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണമൊക്കെ ഒന്ന് മാറിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് മാഗിയുടെ 1 ക്യൂബ്സ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് മീൻ ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പം ചെയ്ത് കഴിഞ്ഞാൽ ആ ചോറിന് നല്ലൊരു മീനിൻ്റെ ടേസ്റ്റും കൂടി കിട്ടും. നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് 3/4 വേവിലുള്ള റൈസ് ഇതിൽ ചേർക്കാം. കൂടുതൽ വെന്ത് പോകാൻ പാടില്ല. റൈസ് എപ്പോഴും അധികം വേവാതെ തന്നെ എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിനാരങ്ങയിൽ കുറച്ച് മഞ്ഞൾ ചേർത്തിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിക്കാം. കൂടുതൽ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മീൻ വെക്കാം. ഇനി ഒരു നാരങ്ങ വെക്കാം. പച്ചമുളക് ഇതുപോലെ കുത്തിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. റൈസ്
സ്മോക്ക് ചെയ്തെടുക്കുക. അതിനു വേണ്ടി ഒരു പാത്രത്തിൽ കനൽ വെക്കാം, അതിലേക്ക് പശു നെയ്യ് ഒഴിക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ റൈസിനും മീനിനൊക്കെ നല്ലൊരു ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് ഉണ്ടാവുക. ഒരു 10 മിനിറ്റ് ഇതുപോലെ സ്മോക്ക് ചെയ്തിട്ട് എടുക്കാം. മൂടി വെച്ച് സ്മോക്ക് ചെയ്ത് എടുക്കാം. മന്തിക്ക് വേണ്ടുന്ന ഒരു സാൽസ ഉണ്ടാക്കുക. അതിനു വേണ്ടി തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അങ്ങനെ തന്നെ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കുക, കുറച്ച് നാരങ്ങ നീര് ചേർക്കുക, ഉപ്പും ചേർക്കുക. ഇതിന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. സാൽസ റെഡി ആയിട്ടുണ്ട്. ഇതിന് മാറ്റി വെക്കാം. ഒരു മയോനൈസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. മയോനൈസ് എല്ലാം ഉണ്ടാക്കുന്നത് ഒരുപാട് എൻ്റെ ചാനലിൽ കുറേ വീഡിയോയിലൊക്കെ ഉണ്ട്. മയോനൈസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നതിൽ ഒരു മയോനൈസും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് മന്തി ആയിട്ടുണ്ട്. 10 മിനിറ്റ് മൂടി വെക്കാം. അപ്പോഴാണ് നല്ലൊരു പുകയുടെ ഒക്കെ മണം ചോറിനും ഫിഷിനും ഒക്കെ കിട്ടുമല്ലോ. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റും. മന്തി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സ്മോക്കെല്ലാം ശരിയായിട്ടുണ്ട്. ഇതിന് ഇതൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അത് ഇതിൻ്റെ അകത്തുനിന്ന് ഫിഷ് ഫ്രൈ എടുത്ത് മാറ്റാം. റൈസിനൊക്കെ ആ ഫിഷിൻ്റെ പൊടിച്ചിട്ടത് കാരണം അതുപോലെ ആ സ്മെല്ലൊക്കെ നന്നായി വന്നിട്ടുണ്ട്. ഇത് സ്ലോലി ഒന്ന് ഇളക്കാം. ഇനി സെർവ് ചെയ്യാം. ഇങ്ങനെ കൂടുതൽ മന്തിക്കപ്പോഴും അധികം കൂടുതൽ മസാലയൊന്നും ഉണ്ടാവില്ലല്ലോ. ചോറിങ്ങനെ വേറിട്ട് നിൽക്കണം, അതാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. അല്ലാതെ കൂടുതൽ വെന്ത് പോകാൻ എപ്പോഴും പാടില്ല, വെന്ത് പോവാനേ പാടില്ല. വെക്കാം. ഭംഗിക്ക് ഈ റൈസ് ശരിക്കും ബിരിയാണീനെക്കാട്ടി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നത്. മന്തി മസാല പൊടിച്ചതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് മന്തി. ചിക്കനായാലും മീനായാലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഫിഷ് മന്തിയും അതിൻ്റെ കൂടെ കഴിക്കാൻ മയോനൈസ്. ഇതും കൂടി ഉണ്ടെങ്കിൽ തിന്നാൻ വേറെ ഒന്നും വേണ്ട. മന്തി ചിക്കൻ നല്ല കോമ്പിനേഷനാണ്. സാൽസയും അതുപോലെ കുറച്ച് മയോണൈസ്. ഈ ഫിഷ് മന്തി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.